ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബ്രെഡും പനീറും കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 6 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് എടുക്കാം. ബ്രെഡെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ബ്രെഡ് മുറിച്ചതുപോലെ മുറിച്ചെടുക്കാം. പനീർ കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒരു മീഡിയം സൈസ് സവാള കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു തക്കാളിയാണ്. ആ തക്കാളി കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട കൂടി വേണം. ഞാൻ മുട്ട നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കുന്നത് ഇങ്ങനെയാണ്. 1 ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുട്ട ഇട്ട് നോക്കും. അപ്പോൾ മുട്ട താഴ്ന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല മുട്ടയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലും ചേർക്കാം. പക്ഷേ കുറേ കൂടി ടേസ്റ്റ് കിട്ടുന്നത് ബട്ടർ ചേർക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഗോൾഡൻ നിറമൊന്നും ആകണ്ട. ഇതുപോലെ ഏകദേശം ഒന്ന് കളർ മാറിയാൽ മതി. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡും ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമില്ല. ഓയിൽ ഇല്ലാണ്ട് തന്നെ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി പാനിലേക്ക് അല്പം കൂടി ബട്ടർ ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. ഏകദേശം ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം ചതച്ച മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇടരുത്, എന്നാൽ എരിവ് കൂടിപ്പോവും. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം മുളകും കുരുമുളക് പൊടിയും ചേർക്കാനായിട്ട്. തക്കാളിയൊന്നും ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡും പനീറും മുട്ടയും ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ ബ്രെഡിലും പനീറിലും മുട്ടയിലും ഒക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഒറിഗാനോ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡും പനീറും കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ബ്രെഡിനൊപ്പം പനീറും മുട്ടയും കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ബട്ടറിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.